എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ അടുത്തിടെ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയും അദ്ദേഹത്തിൻ്റെ പത്നി മിഷേൽ ഒബാമയും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സ്ഥലത്ത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ വന്നൊരു ചുറ്റുമായിട്ട് കട ഉടമസ്ഥന് മിഷേൽ ഒബാമയുടെ രഹസ്യം പറയണം എന്ന് പറഞ്ഞു. ഒബാമ സമ്മതിച്ചു. സംസാരമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഭാര്യയോട് അദ്ദേഹം ചോദിച്ചു, എന്താ കട ഉടമസ്ഥൻ പറഞ്ഞത്? ഞങ്ങൾ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാ. ഒരു തമാശയുണ്ട്, അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒബാമ പറഞ്ഞു, ഒരുപക്ഷെ നീ ആ കല്യാണം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് നീ ഒരു വലിയ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥയായനെ എന്ന്. അപ്പോൾ മിഷേൽ ഒബാമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ചിലപ്പോൾ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയനെ എന്ന്. അതാണ് ആത്മവിശ്വാസം. ഈ സ്മാർട്ട് ഷോയിലേക്ക് വരുന്നവർക്കെല്ലാം ആത്മവിശ്വാസത്തോടെ മടങ്ങിപ്പോകാം. ഇത് ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. ഇന്ന് ആരൊക്കെയാവും ഈ വേദിയിലേക്ക് വരിക? വേദിയിലേക്ക് എത്തുന്നു ചലച്ചിത്ര ടെലിവിഷൻ പ്രതിഭകളായ വിജയ് മേനോനും ദിനേശ് പണിക്കരും. ഹലോ വിജയ് മേനോൻ, എനിക്കൊന്ന് താങ്കളെ നമ്മളൊന്നും ഏറ്റുമുട്ടിയിട്ടില്ല ഇതുവരെ. ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അല്ലേ? അപ്പൊ ഇപ്പം താങ്കൾ എവിടെയാ സജീവം? സിനിമയിൽ തന്നെയാണോ? സിനിമയിലും ടി വിയിലും രണ്ടും ഒരുപോലെ ഉണ്ടല്ലേ? രണ്ടും ഒരുപോലെ. എവിടെയാ സെറ്റിൽ ചെയ്തിരിക്കുന്നത്? എവിടെയാ താങ്കൾ? ഇവിടെ എറണാകുളത്ത്. എറണാകുളത്ത്. കുറച്ചു കാലം ചെന്നൈയിലായിരുന്നു അല്ലേ? ചെന്നൈയിലായിരുന്നു, പിന്നെ 3 വർഷം ട്രിവാൻഡ്രത്തായിരുന്നു. എനിക്കൊന്ന് താങ്കൾ ഒരുപാട് ഏരിയയിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലേ? സംവിധാനം നടത്തി അല്ലേ? ഒരു എങ്ങനെയായിരുന്നു ഈ രംഗത്തേക്ക് ഒരു എൻട്രി? സിനിമയിലേക്കായിരുന്നു വന്നത്? താങ്കൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊഡക്റ്റ് അല്ലേ? ഞാൻ പൂനെയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ഷൻ ആൻഡ് ഫോട്ടോഗ്രാഫി ചെയ്തതാണ്. പിന്നെ ഭരതൻ സാറിന്റെ അടുത്ത് അസിസ്റ്റന്റ് ആവാൻ പോയതാ. പടത്തിലെടുത്ത് അഭിനയിപ്പിച്ചു. പിന്നെ അത് അങ്ങനെ. ഏത് പടമായിരുന്നു അത്? നിദ്ര. നിദ്രയായിരുന്നു താങ്കളുടെ ശ്രദ്ധിക്കപ്പെട്ട ഫിലിം അല്ലേ? ഫസ്റ്റ് പടം അതായിരുന്നു. താങ്കൾ ശരിക്കും ഒരു സംവിധായകനാകാൻ ആഗ്രഹിച്ചോ നടനാവാൻ ആഗ്രഹിച്ചോ? പക്ഷേ പലപ്പോഴും നമ്മുടെ വഴി അതായിരുന്നില്ലല്ലേ? അത് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, വരുന്ന പോലെ. നിദ്ര കഴിഞ്ഞപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു ടു ബി പബ്ലിക്ലി അക്നോളജ്ഡ് ആസ് എൻ ആക്ടർ. അതൊരു ഭയങ്കര ഡിഫറെന്റ് ഒരു മെന്റാലിറ്റിയാണ്, ടു ബി ആൻ ആക്ടർ ഇൻ പബ്ലിക് ആൻഡ് ടു ബി റെക്കഗ്നൈസ്ഡ്. ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ബട്ട് ഓക്കെ, നൗ ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. ഇപ്പൊ അതാണല്ലോ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഓക്യുപേഷണൽ ഹസാർഡ് എന്ന് പറയാം. ഇന്നിപ്പോ ആലോചിക്കുമ്പോൾ അതൊരു നല്ല തീരുമാനമായിരുന്നു തോന്നുന്നു. അത് ഞാൻ നോ റിഗ്രറ്റ്സ്. ഇല്ല, നോ റിഗ്രറ്റ്സ്. വന്നതെല്ലാം നല്ലത് എന്നുള്ള രീതിയിൽ തന്നെ വരാൻ പോകുന്നതും നല്ലത്. താങ്കൾ എനിക്കൊന്ന് ഒരു പടം ചെയ്യാനുള്ള പരിപാടിയിലാണോ? ഒരു പടം? അതെ. അതിന്റെ വർക്ക് എന്തായി? അതിന്റെ സ്ക്രിപ്റ്റിംഗ് ഇപ്പം തീരാറായി. വിതിൻ എ വീക്ക്, ഒരാഴ്ച 2 ആഴ്ചയിൽ തീരും അത്. എന്നിട്ട് പിന്നെ വി വിൽ മൂവ് ഫ്രം ദർ. അല്ല, ഈ ടെലിവിഷനിലും സിനിമയിലും മാറി മാറി കളിക്കുന്ന ആൾക്കാർ വളരെ അപൂർവമാണ്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ താങ്കൾ എനിക്കൊന്ന് പലപ്പോഴും 2 സ്ഥലത്തും താങ്കൾ പ്രത്യക്ഷപ്പെടുന്ന കണ്ടിട്ടുണ്ട്. അത് എന്തായിരിക്കും താങ്കളുടെ ഒരു പ്രേരക ശക്തി? എന്താണ് അതിന്? ഈ തൊഴിലിനെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണോ അതോ എന്താണ്? എനിക്ക് എന്നുവെച്ചാൽ ഇപ്പം സിനിമയിൽ തന്നെയുള്ള പല ആൾക്കാർക്കും പേടിയുണ്ട് ടെലിവിഷനിലേക്ക് വരാൻ. എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, ടെലിവിഷനിലേക്ക് വന്ന് മുഖം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നില്ല, അതൊരു മിസ്കൺസെപ്ഷൻ ആണ്. ബിക്കോസ് രണ്ടും പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന അല്ലേ. സോ ടി വിയില് ഒരു ഡിഫറെന്റ് മീഡിയമാണ്, ഒരു ഡ്രോയിങ് റൂം മീഡിയമാണ്. ദാറ്റ് ഈസ് എ പബ്ലിക് തിയേറ്റർ മീഡിയം. അപ്പോൾ അത് ആ ബേസിക് ഡിഫറൻസ് അല്ലാതെ ഇറ്റ് ഡസന്റ് മേക്ക് എ ഡിഫറൻസ് അല്ലേ. സന്തോഷനാണ് ജനറലി. ദിനേശ്, എനിക്കൊന്ന് താങ്കളാണെങ്കിൽ എനിക്കൊന്ന് വളരെ വ്യത്യസ്തമായ ഒരു മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു അല്ലേ? കിരീടത്തിലൂടെ നിർമ്മാതാവിന്റെ കുപ്പായം അണിഞ്ഞു, എവിടെയോ വെച്ച് സിനിമ നടനായി അല്ലേ? എനിക്കൊന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ സീരിയലായിരുന്നു ആദ്യം നടനായെന്ന്. കെ രാജീവാണ് എന്റെ ഗുരു. 1989 സിനിമ നിർമ്മിച്ചതിന് ശേഷം ഒരു 10-15 വർഷം നിർമ്മാതാവായിട്ട് അറിയപ്പെടുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും ഒരു സിനിമയിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല. ഒരിക്കലും താങ്കൾ ആഗ്രഹിച്ചിട്ടുമില്ല? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ മുഖം കൊള്ളാം, അല്ല, അങ്ങനെ അഭിനയിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം 1-2 ചാൻസ് ബൈ ഈ പറഞ്ഞൊരു മിസ്റ്റേക്ക് എന്നെ പിടിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് പോയി അഭിനയിച്ചതല്ല. പക്ഷേ എന്നെ ഒരു പ്രൊഫഷണൽ ആക്ടർ ആക്കിയത് കെ രാജീവിന്റെ
2004 സ്വപ്നം എന്ന് പറഞ്ഞ സീരിയലാണ്. അപ്പം അങ്ങനെ അതിലൂടെ ഞാനൊരു നടനായി മാറി. ഇന്ന് അതിൻ്റെ ഒരു പ്രശസ്തിയും എൻ്റെ സന്തോഷവും ഞാൻ അനുഭവിക്കുന്നു. എനിക്ക് തോന്നുന്നത് മാത്രമല്ല, ഈ താങ്കൾ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതായത് ഒരു സിനിമാ നിർമ്മാതാവായിരുന്നപ്പോൾ മൊത്തം ടെൻഷനും വറീസും ആയിരുന്നു. അതെ. ഇപ്പോഴാണ് രാവിലെ ഒരു ഉടുപ്പങ്ങെടുത്തിട്ട് കോട്ടിലുള്ള പൈസയും കൊടുത്ത് മേശക്കകത്ത് വെച്ചിട്ട് ഒരു പൈസ ഇല്ലാതെ ലൊക്കേഷനിൽ പോയാൽ കാശും വാങ്ങിച്ച് പ്രൊഡ്യൂസറെ വേണേൽ 2 ചീത്തയും വിളിച്ചിട്ട് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ പോക്കറ്റിൽ പേഴ്സ് ഇല്ലെങ്കിൽ പോലും ജീവിക്കാൻ നടനായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു പ്രശ്നമില്ല അല്ലേ? ഒരു പ്രശ്നം എനിക്കൊന്ന് വളരെ ഒരു ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും. അതെ അല്ലേ? കാരണം നമ്മളോടുള്ള സ്നേഹവും റെസ്പെക്റ്റും ജനം നമ്മളോട് അങ്ങനെ കാണിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ഓട്ടോറിക്ഷ കയറി എത്രയോ ഓട്ടോറിക്ഷക്കാർ എന്നെ പൈസ വാങ്ങിച്ചിട്ടില്ല എന്നറിയാം. നിർബന്ധിച്ചാൽ പോലും അവർ വാങ്ങിക്കില്ല. അവർ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹമാണത്. എന്ന് പറയുന്ന പോലെ പൊതുവേ ആ ഒരു സന്തോഷം നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോഴും ഇനിയൊരു അവസരം കിട്ടിയ നിർമ്മാണത്തിലേക്ക് തിരിച്ചു പോകുമോ താങ്കൾ? നിർമ്മാണം എന്ന് പറയുന്നതിന്റെ ബിസിനസ്സാണ്. അത് തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരും. അതെ, അത് താങ്കൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അല്ലേ? ബിസിനസ് ബ്ലഡ് ഇപ്പോഴും കിടപ്പുണ്ട്. ഒരു സമയം വരാൻ കാത്തിരിക്കും. താങ്കളിലുള്ള ഒരു നല്ല നടനാണോ നല്ല നിർമ്മാതാവാണോ? അതെനിക്കറിയില്ല. അത് തീർച്ചയായിട്ടും വിലയിരുത്തുമ്പോൾ ജനങ്ങൾക്കൊരു വിലയിരുത്തൽ ഉണ്ടാവും. അല്ല, കാരണം നിർമ്മാതാവായിട്ട് ഞാൻ നല്ല രീതിയിൽ നല്ല സിനിമകൾ എടുത്തു. പക്ഷേ അതിനുശേഷം ചെറിയൊരു വീഴ്ച എനിക്ക് പറ്റി. അപ്പോൾ ഒരു നിർമ്മാതാവായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഫ്ലോപ്പ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ ഒരു രീതിയിൽ പറയാം. പക്ഷെ നടനായിട്ട് ഞാൻ എന്നും മുകളിലോട്ട് കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നടനായിട്ടായിരിക്കാം ചിലപ്പോൾ എന്റെ തലയിലെഴുത്ത് അങ്ങനെ ആയിരിക്കാം. അപ്പം എനിക്ക് തോന്നുന്നത് ഇത്തവണ നിലവറയിലേക്ക് ഓടാൻ താങ്കൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ തന്നെ ഓടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച അങ്ങനെയല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ചെറിയ വിജ്ഞാനി ആയിക്കോട്ടെ. അല്ല, ഞാൻ ഞങ്ങളുടെ ഈ ഒരു പാർട്ണർഷിപ്പ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചാണ്. കാരണം നല്ല തലയുള്ളതാണ്. ഇവിടെ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, തലയുണ്ടെന്ന് മാത്രമല്ല തല നാട്ടുകാർക്ക് അറിയുകയും ചെയ്യാം. അല്ല, വേറൊരു കാര്യം കൂടെ ജനത്തിന് അറിയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം IAS പ്രിലിമിനറി കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ ഫീൽഡിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത്രയും തലയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ പാർട്ണറായിട്ട് ഏറ്റവും നല്ലൊരു വ്യക്തി വിജയമേനൻ തന്നെയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, വളരെ സന്തോഷം താങ്കൾ ഇങ്ങോട്ട് വന്നതിൽ. താങ്ക് യു. നിങ്ങളെ രണ്ടുപേരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്കൾ അങ്ങോട്ട് പോയിക്കോളാം, ദിനേശ് ഇങ്ങോട്ട് പോയിക്കോളാം. ഇനി വേദിയിലേക്ക് വരുന്നു ടെലിവിഷൻ താരം സംഗീത മോഹനും ബന്ധു അരുൺ സോമനും. ഹായ് സംഗീത. ഹായ് അരുൺ സോമൻ. അരുൺ എന്ത് ചെയ്യുന്നു? നഴ്സാണ്. എവിടെ? മെയിൽ നഴ്സ്. അതെ, ബോംബെയിലാ. ജില്ല അവധിക്ക് വന്നാണോ? അവിടെ നിന്ന് വന്നതാണ്. അപ്പൊ ഈ ചാനലൊക്കെ അവിടെ കാണുന്നുണ്ടോ? ഓഫ് കോഴ്സ്, തീർച്ചയായും കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സംഗീത ഈ പുതിയ സ്ഥലത്തേക്ക് നടന്നു വന്നപ്പോ? നല്ലതായിരുന്നു. കൊള്ളായിരുന്നു അല്ലേ? എനിക്ക് കാര്യം ഫ്ലവേഴ്സിൽ ഇതുവരെ സംഗീത പ്രത്യക്ഷപ്പെട്ടില്ലല്ലോ. ഇല്ല, ഇത് ആദ്യമായിരിക്കും. അപ്പൊ ആദ്യം വന്നത് ഒരു വലിയ ഒരു ബ്രഹ്മാണ്ഡ സെറ്റിന്റെ മുമ്പിലാ. ഓക്കെ, സംഗീത എൻജോയ് ചെയ്തോ ഇത്? ഇനി എൻജോയ് ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ. അതെ. അല്ല, അത് ടെൻഷൻ ഉണ്ടോ സംഗീതയ്ക്ക്? ഇല്ല. ഇവിടെ വരുന്ന ആൾക്കാർക്കെല്ലാം ആദ്യത്തെ ചോദ്യത്തിന് മാത്രം ടെൻഷൻ കാണും. പിന്നെ അത് കഴിയുമ്പോൾ അവരങ്ങ് തകർത്ത് പെയ്യുക. കേട്ടോ, എനിക്കാ ടെൻഷൻ. അവരിങ്ങനെയൊക്കെ ടെൻഷൻ ആക്കിയാലോ എന്ന് അങ്ങനെയുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ടെൻഷനേ വേണ്ട. മാത്രമല്ല ഇവിടുത്തെ ചോദ്യങ്ങളെല്ലാം അങ്ങനെ നമ്മളൊരു ആമസോൺ നദി ഒഴുകുന്ന ഇതിലെയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമല്ല. കോമൺ സെൻസോട് ആർക്കും പറയാം. ഞാൻ കാണാറുണ്ട്. അല്ല, സംഗീത കണ്ടപ്പോൾ മനസ്സിലായില്ലേ അവർക്കൊന്നും? സംഗീത എത്രയോ കൂട്ടുകാരികൾ ഇവിടെ വന്നിട്ട് കാറ് കൊണ്ടുപോയി. ചില ആൾക്കാർ നെറ്റിപ്പട്ടമൊക്കെ വെച്ച് ജോസ്കോ ജുവലെ സ്വർണ്ണ കിരീടമായിട്ട് പോയി. പിന്നെ സാധന സാമഗ്രികളായിട്ട് ലോറി പിടിച്ചാൽ ഇങ്ങോട്ട് ആൾക്കാർ വരുന്നത്. ലോറി കൊണ്ടുവന്നോ? അയ്യോ, കഷ്ടം. ഇവിടെ കിട്ടുമല്ലോ ലോറി. നമുക്ക് എന്റെ ചെലവിൽ ലോറി അറിഞ്ഞു വേണ്ടി വരില്ല. നമ്മുടെ കൂടെ കമ്പീറ്റ് ചെയ്യുന്നതൊക്കെ IAS പ്രിലിമിനറി കിട്ടിയ ആളുകളാണ്. അത് കാര്യമൊന്നുമില്ല. IAS പരീക്ഷ എഴുതാൻ പോയ ക്ലാർക്ക് പരീക്ഷയ്ക്ക് തോറ്റുപോകും അല്ലേ? ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് വേറൊരു പരീക്ഷ, ഇത് വേറൊരു പരീക്ഷ അല്ലേ? ഓക്കെ. അപ്പൊ സംഗീതത്തിന്റെ ലേറ്റസ്റ്റ് വിശേഷം എന്തൊക്കെയാ? ഒന്നുമില്ല, അങ്ങനെ പോകുന്നു. തടി കുറഞ്ഞോ കൂടിയോ? അങ്ങനെ ഇരിക്കുന്നു. കുറയുന്നില്ല. കുറയ്ക്കാനുള്ള ശ്രമം ഉണ്ടെന്ന് പത്രത്തിൽ കണ്ടതല്ല, ഞാനത് സാറിനോടൊന്നും എന്നോട് പറഞ്ഞു. എവിടോ ഇത് വയസ്സുകാലമായ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അപ്പം എന്നിട്ട് ശ്രമം വിജയിക്കുന്നുണ്ട് അല്ലേ? എന്തോ ആയുർവേദ കഷായമല്ലോ? അല്ല, എനിക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ട്. ആരംഭിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് സംഗീതയ്ക്ക് തടി കുറയുമ്പോൾ ട്രെയിനർക്ക് കൂടുമായിരിക്കും. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ട്രെയിനർ മെന്റൽ ഡിപ്രഷന്റെ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങും. അതാ അല്ലേ?
മിക്കവാറും അതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ അഭിനയം ദത്തുപുത്രി ചെയ്യുന്നു. ആ സംഗീത സജീവമായിട്ട് ടെലിവിഷനിലുണ്ടോ അതോ? സജീവമായിട്ടെന്ന് പറയാൻ ഉണ്ട്, ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അവതാരകയുടെ പഴയ കുപ്പായം കയ്യിലുണ്ടോ ഇപ്പോഴും? അതിപ്പോ ഇല്ല, ഇല്ല, താഴ്ത്തി വെച്ചു. അതാരും തന്നില്ല. തരാഞ്ഞാണോ? അല്ല, തരാഞ്ഞിട്ടാ. ഫ്ലവേഴ്സിൽ തന്നാലും മതി. തന്നാ നമ്മള് ഒരു കുപ്പായം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. ആരുടെ വിശേഷങ്ങൾ പറയും? ബോംബെയില് നല്ല വിശേഷം തന്നെയാണ്. അല്ല, ഒരിക്കലും അല്ല. ഉടനെ കല്യാണം കഴിക്കൂ? അല്ല, ആൾക്കാർ കരുതലോട് ഇരിക്കണമെന്ന് അറിയാൻ വേണ്ടി. ഇല്ല, അപ്പം ഞാൻ ട്രെയിനിങ് ആണ്. കഴിഞ്ഞിട്ട് കുറച്ച് ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എല്ലാം ചെയ്തു തീർത്തിട്ട് കഴിക്കാം. സത്യസന്ധമായി മറുപടി പറയണം. ഈ നഴ്സിംഗ് എന്ന് പറയുന്ന ജോലി പുരുഷന്മാർക്ക് പറ്റിയതാണ്? അങ്ങനെ ചോദിച്ചാൽ എന്താ പ്രശ്നം? നമ്മൾ രോഗികളെ നോക്കുക, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമുള്ള ഒരു കാര്യമല്ലേ? ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. അതായത് പറ്റിയതാണോ പറ്റിയതല്ലേ? ആണ്, ഉറപ്പായും. ഇല്ല, ഉറപ്പായിട്ടും പുരുഷന്മാർക്ക് ഡീൽ ചെയ്യാവുന്ന കാര്യം. തീർച്ചയായും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ മേജർ പരിപാടിയിലേക്ക് തുടങ്ങാം. അരുൺ സോമൻ, ഈ അംഗം നമ്മൾ ആരംഭിക്കുന്നു. ഉറപ്പായും. ഓക്കെ, അപ്പോൾ ആരാ ഇതിൽ ഓടാൻ പോകുന്നത്? അത് മിക്കവാറും അരുണാണ് ഓടാൻ വന്നത്. പക്ഷെ അരുൺ ഉറപ്പിച്ച് പറയുന്ന അരുൺ ഓടേണ്ടി വരില്ല, കാരണം ചേച്ചി ഒരു കറക്റ്റ് ആൻസർ പറയില്ല. അതൊന്നുമല്ല, അരുൺ ആരോഗ്യത്തോടെ ഇങ്ങോട്ട്, സംഗീത ആരോഗ്യത്തോടെ അങ്ങോട്ട്. നമ്മൾ ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. വെൽക്കം റൗണ്ട്. സംഗീത, നമുക്ക് തുടങ്ങാമല്ലേ വിജയ്? ഒരു ടെൻഷനും വേണ്ട, നമ്മൾ വളരെ സുഖകരമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും. ഈ നിലവറയിലുള്ള ഒരുപാട് സാധന സാമഗ്രികളുമായിട്ട് സംഗീത മോഹൻ ഇന്ന് തലസ്ഥാനത്തേക്ക് മടങ്ങും. സെയിം ഈസ് ദ കേസ് വിത്ത് മിസ്റ്റർ വിജയ് മേനോനോട്. കുഴപ്പമില്ല, ദിനേഷിക്കൊക്കെ സന്തോഷമുള്ള ദിവസമാണ്. തലയിലൊരു കിരീടം ഉണ്ടാവുന്നു. പഴയ കിരീടമല്ല, പുതിയ കിരീടം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇവരിൽ പാൻറ് ഇടാത്തത് ആരാണ്? ഓപ്ഷൻ എ ഡിങ്കൻ, ഓപ്ഷൻ ബി സൂപ്പർമാൻ, ഓപ്ഷൻ സി മിക്കി മൗസ്, ഓപ്ഷൻ ഡി ഡൊണാൾഡ് ഡക്ക്. ഏതാണ്? ഡൊണാൾഡ് ഡക്ക്. ഉറപ്പായിരിക്കും അത്? ഉറപ്പായിട്ടും. സംശയം വേണ്ടല്ലോ. സംഗീതയ്ക്ക് സംശയമുണ്ടോ? ഇല്ല, എനിക്കത് ആദ്യമേ അറിയാം. അപ്പോ ഡൊണാൾഡ് ഡക്ക് ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. അപ്പം അന്ന് IAS പ്രിപ്പയർ ചെയ്ത് മാത്രമല്ല, പ്രാക്ടിക്കലി കാർട്ടൂൺസ് കാണുന്നുണ്ട് അല്ലേ? കോമിക്കും വായിച്ചു. അപ്പൊ താങ്കൾ വരും. 10 സെക്കൻഡ് ആണ്. അപ്പൊ 10 സെക്കൻഡിനുള്ളിൽ ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ റൗണ്ടിൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സ് നിറയെ സാധനങ്ങൾ വാരിക്കൊണ്ടുവരാം. ഓക്കെ, ഒരു ഗെയിമും കളിക്കണം. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ ഓവർ ടു മോണിറ്റർ. 10 സെക്കൻഡ്സ് ടൈം കിട്ടും. ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിക്കണം. എന്നിട്ട് നിലവറയ്ക്കുള്ളിൽ വന്ന് ഇഷ്ടമുള്ള അത്ര യെല്ലോ റിബൺ വെച്ച് കെട്ടിയിരിക്കുന്ന ഗിഫ്റ്റ്സ് എടുത്ത് ഡോർ ക്ലോസ് ആകുന്നതിന് മുമ്പ് വെളിയിൽ കിടക്കണം. സിമ്പിൾ ടാസ്ക് ആണ്. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലുലു കണക്ട്. 1 2 3 ഓക്കെ ഓക്കെ ഓക്കെ. ദേശി, നല്ല തുടക്കം. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. ഇവിടെ ഓടിക്കേണ്ടതായിരുന്നു അല്ലേ? ചെറിയ ലിറ്റിൽ ലേറ്റ്, നോ പ്രോബ്ലം. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മരത്തിൽ നിന്ന് തലകീഴായി ഇറങ്ങാൻ കഴിയുന്ന സസ്തനി ഏതാണ്? ഓപ്ഷൻ എ മനുഷ്യൻ, ഓപ്ഷൻ ബി കുരങ്ങൻ, ഓപ്ഷൻ സി കരടി, ഓപ്ഷൻ ഡി അണ്ണാൻ. ആരോഗ്യം മിസ്റ്റർ വിജയ് മേനോൻ, ഏതാണ് സസ്തനി? ഓപ്ഷൻ ഡി അണ്ണാൻ. അണ്ണാനായിരിക്കും. അണ്ണാൻ ഇങ്ങനെയല്ലേ വരുന്നത്? ദിനേഷി, ഈ ഉത്തരം ശരിയായിരിക്കുമോ? ശരിയാണെന്ന് തോന്നുന്നു. ശരിയാണെന്ന് തോന്നുന്നു. എന്നാൽ വിജയ് മേനോനെ ഞാൻ ഇന്ന് ഷോക്ക് ഏൽപ്പിക്കുന്നു. താങ്കൾക്കൊരു ആഘാതം മാനസികമായി ഞാൻ തരാൻ പോകുന്നു. പ്രിപ്പയർ ഫോർ എ മെന്റൽ ഷോക്ക്. റെഡിയാണോ? ആർ യു റെഡി ഫോർ ദാറ്റ്? ഐ ആം വെയിറ്റിംഗ്. വെയിറ്റിംഗ്. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. അണ്ണാനാണ് തലകീഴായി തൂങ്ങിക്കിടക്കാൻ കഴിയും അല്ലേ? കഴിയുന്ന സസ്തനി. തലകീഴായി ഇറങ്ങാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് അറിയായിരുന്നു സംഗീതയ്ക്ക്. രണ്ടുത്തരവും സംഗീതയ്ക്ക് അറിയാമായിരുന്നു. അപ്പൊ ആ ധാരണ മാറിയല്ലോ. ഓക്കെ, അപ്പോ സാർ വീണ്ടും വരും സാർ. സാറിന്റെ ഊഴമാണ്. ഇനിയിപ്പോ കേൾക്കണ്ടല്ലോ എന്താ ചെയ്യണ്ടെന്നുള്ളത്. സാധനം പറക്കാൻ പോരുക, അത്ര മാത്രമേ ഉള്ളൂ. റെഡി റെഡി
1, 2, 3, start. Yeah. വാ. ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. Yeah. പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം. യെല്ലോ റിബൺ എല്ലാവരും Level complete. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. ലക്ഷദ്വീപിലെ പ്രധാന ഭാഷ ഏതാണ്? ഓപ്ഷൻ എ തമിഴ്, ഓപ്ഷൻ ബി മലയാളം, ഓപ്ഷൻ സി ബംഗാളി, ഓപ്ഷൻ ഡി ഭോജ്പുരി. ഓ, അയ്യോ ഇപ്പൊ റോങ് ആയി പോയാലോ? അവസാനം ഒരെണ്ണത്തിൽ അമർത്തിയല്ലോ. പക്ഷെ റോങ് ആയി പോയാലോ ദൈവമേ. തമിഴ്, മലയാളം, ബംഗാളി, ഭോജ്പുരി ലക്ഷദ്വീപിലെ പ്രധാന ഭാഷ. ലാംഗ്വേജ്, മെയിൻ ലാംഗ്വേജ്. തമിഴ്. Am I wrong? I think so. മലയാളമാണല്ലേ? സാരമില്ല. ബംഗാളിയും ഭോജ്പുരിയും ഞാൻ റൂൾ ഔട്ട് ചെയ്തിരുന്നു. സംഗീത വളരെ ആവേശത്തോടെ ആകാംക്ഷയോടെ ഇരുന്ന ഒരു ഊഴമായിരുന്നു ഇത്. കുഴപ്പമില്ല, വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വൺ. ആൻസർ ചെയ്യാൻ എനിക്ക് ചാൻസ് ഇല്ല കിട്ടില്ല. ഇല്ല ഇപ്പോൾ ഈ റൗണ്ടിൽ ഇല്ല. പക്ഷേ ഈ റൗണ്ടിൽ താങ്കൾക്ക് ഒരു അവസരം വരും. പക്ഷേ ഈ റൗണ്ടിൽ അടുത്ത റൗണ്ടിൽ ഞാൻ ആരോഗ്യം വീണ്ടെടുത്തു ഈ റൗണ്ടിൽ. പക്ഷേ അല്ലേ? കറക്റ്റ് അത് വീണ്ടെടുത്തു. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഉത്തരവ് വീണ്ടെടുക്കും. അപ്പൊ ഉത്തരം സംഗീത പറഞ്ഞ ഉത്തരം തെറ്റാണ്. മലയാളമാണ് അവിടുത്തെ പ്രധാന ഭാഷ. അപ്പോ ഇനിയിപ്പോ മറക്കേണ്ട കാര്യമില്ല. ലക്ഷദ്വീപിലെ പ്രധാന ഭാഷ മലയാളം. അതപ്പോ കണ്ടിരിക്കുന്നവർ മാൽദീവ്സിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞേനെ ദിവേഹിന്ന്. മാൽദീവ്സിൽ ചോദിച്ചാൽ ഞാൻ ദിവേഹിന്ന് പറഞ്ഞേനെ. ഓക്കെ, അപ്പൊ കാലി അടിച്ചാൽ എപ്പോഴും കമ്പനിക്കാണല്ലോ. അപ്പൊ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. IQ റൗണ്ട്. സംഗീത, ഈ നിമിഷത്തിൽ എന്താ തോന്നുന്നത്? IQ റൗണ്ടാണ്. ഇനിയും കൂടുതൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാട്ട് പാടണമെന്ന് തോന്നുന്നു? തോന്നുന്നില്ല, തീരെ തോന്നുന്നില്ല. താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളൊരു IQ-ന്റെ ആളാണല്ലോ. എന്തോ കുസൃതി ചോദ്യമായിരിക്കും. കുസൃതി ഉണ്ടാവും, എന്നാൽ ചിലതൊക്കെ ലോജിക്കലായിരിക്കും എന്നുള്ളതാണ്. ഈ ഇതിലെ ഒരു പ്രത്യേക ഓപ്ഷൻ ഇല്ല, പക്ഷേ ട്രാൻസ്ഫർ ചെയ്യാം. ഒരാൾക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആളിന് പാസ് ചെയ്യാം, ഔട്ടാവത്തുമില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇതൊരു കുസൃതി ചോദ്യമാണ്. ടെന്നീസ് താരം സാനിയ മിർസ സ്വയം ഭക്ഷിക്കാറില്ലെങ്കിലും മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ടെന്നീസ് താരം സാനിയ മിർസ സ്വയം ഭക്ഷിക്കാറില്ലെങ്കിലും മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ടെന്നീസ് ബോൾ. ഓ, അല്ല അല്ലേ? അത് എന്താണ് അങ്ങനെ പറയാൻ കാര്യം അല്ലേ? അതാണ് അതിന്റെ ബോളല്ലേ സെർവ് ചെയ്യുന്നത്. ഉത്തരം ശരിയാണ്. സംഗീത വിചാരിക്കുന്ന ഇത് എന്തോ അപകടം. തെറ്റിപ്പോയോ? ബസറെല്ലാം വലിയ കാര്യമായിട്ട് ഞെക്കി. അരുൺ സോമൻ, എന്തോ താങ്കൾ വരൂ. മോനെ പണിയായി. മോനെ പണിയായി. കൈകൊടു. ഒരു സാധനം എടുത്ത് തരാം. ഹോൾഡ് ചെയ്യ്. പച്ച. ഇതാണ് ഇവിടുത്തെ ചക്രായുധം. പച്ച 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 പച്ച. ലുക്ക് അറ്റ് ദ മോണിറ്റർ. 20 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ ടാസ്കിന് കിട്ടാൻ പോകുന്ന സമ്മാനം ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഇംപെക്സ് മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റം ആണ്. ഇത് വിൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട ടാസ്ക് ആണ് ട്വിസ്റ്റ് ദ പൈപ്പ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഓരോന്നിന്റെ മുകളിലത്തെ കളർ ബ്ലൂവും താഴത്തെ കളർ വൈറ്റും ആണ്. ഇത് ട്വിസ്റ്റ് ചെയ്ത് നേരെ വൈറ്റ് മുകളിൽ വരുന്ന രീതിയിലും ബ്ലൂ താഴെ വരുന്ന രീതിയിലും ആക്കണം. ഈ ഡയറക്ഷനിൽ വേണം ചെയ്തു തുടങ്ങാൻ. ഒരു സമയത്ത് ഒരു പൈപ്പ് മാത്രമേ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കൈയെ യൂസ് ചെയ്യാവുള്ളൂ. ഏതെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് താഴെ വീണ് പോയാൽ അത് തിരിച്ചെടുത്ത് പൊസിഷനിൽ വെച്ചാൽ മാത്രമേ ടാസ്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഗിഫ്റ്റ് എടുത്ത് ഡോർ ക്ലോസ് ആകുന്നതിന് മുമ്പ് വെളിയിൽ കടക്കാനും ശ്രദ്ധിക്കുക. 1 2 3 അല്ലേ? സംഗീത പ്രോത്സാഹിപ്പിച്ചു കൊടുത്തോളൂ. ആദ്യം ബാറ്റ്. ഓക്കേ, ടാസ്ക് തുടങ്ങി. ഓക്കേ, ഡോർ ക്ലോസ് ആയി തുടങ്ങിയേ. ഡോർ അടച്ചു തുടങ്ങി. Level complete. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്.
രാവിലെ തൃശ്ശൂരിൽ നിന്ന് കേരള എക്സ്പ്രസ് 1.25 മണിക്കൂർ കൊണ്ട് എറണാകുളത്തെത്തി. തിരിച്ചു പോകുമ്പോൾ വൈകുന്നേരം, പക്ഷേ വെറും 75 മിനിറ്റ് കൊണ്ട് എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലെത്തി. എന്തായിരിക്കും ഈ വ്യത്യാസത്തിന് കാരണം? എന്തായിരിക്കും? എവിടെ വ്യത്യാസം ഇല്ലല്ലോ. വ്യത്യാസമില്ല. 1.25 മണിക്കൂർ, യാ. 75 മിനിറ്റ്. കളി വിജയമേനോട് വേണ്ട. ഓക്കെ, അത് IAS preliminary. ഞാൻ വിചാരിച്ചു ഈ മിക്കവാറും 60-ഉം 15 എന്നുള്ള ആളിൽ 75 മിനിറ്റ് എന്ന് പറയുമ്പോഴേ അല്ലേ സംഗീതം എന്തോ ആലോചിച്ചപ്പോ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. ആക്ച്വലി കുസൃതി ചോദ്യമാന്നേ എനിക്ക് പോയില്ല. ഞാൻ ഐ ഗേവ് ഇറ്റ് എ സീരിയസ് തോട്ട്. അതല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ദിനേശ് വരൂ. ഓടി തളരേണ്ട. ലുക്ക് അറ്റ് ദ മോണിറ്റർ. യാ. 20 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് പിക്ക് ദ ബോൾ. ഇവിടെ ഒരു ഗ്ലാസ് സിലിണ്ടർ ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഓരോ ബോൾസ് ആയിട്ട് കയറ്റണം. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഇതിനകത്തോട്ട് ഇത് ചെയ്യുന്ന ബോൾ ഓറഞ്ച് കളർ ആയിരിക്കണം. ഏറ്റവും അവസാനത്തെ ബോളും ഓറഞ്ച് കളർ ആയിരിക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് ലുലു കണക്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കൂളറാണ്. ഗിഫ്റ്റ് എടുത്ത് വെളിയിൽ കടന്നാലേ ടാസ്ക് കംപ്ലീറ്റ് ആകുകയുള്ളൂ. ആദ്യം കയ്യിലുള്ള ബാറ്റൻ എന്നെ ഏൽപ്പിക്കണം. 1 2 3. യാ. ബാറ്റൻ ആദ്യം ഓറഞ്ച് കളർ ബോളാണ്. മാത്രമേ ഉള്ളൂ. ഓക്കെ, ഗിഫ്റ്റ് എടുത്ത് കൂള വേഗം. ഗ്രേറ്റ് ഗ്രേറ്റ്. സംഗീത ഇപ്പൊ ഒരു സന്തോഷമൊക്കെ തോന്നുന്നില്ലേ? ആ കൂടെ ഒരു സാഹചര്യമൊക്കെ ഒന്ന് മാറിയതുപോലെ അല്ല, ഇപ്പം ഒരു സമാധാനമായി. ഒരു ഗിഫ്റ്റ് എങ്കിലും ഉണ്ടല്ലോ, മതിയായി. അതൊന്നുമല്ല, ഇനി കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. അരുൺ സോമന് പണിയാവും അല്ലേ അരുൺ? മിക്കവാറും നഴ്സിംഗ് ജോലി കഴിഞ്ഞ് കേരളത്തിലേക്ക് ഇങ്ങ് പോരും. നിലവറ കയറാനുള്ള പണി. റെഡി റെഡി. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ഇതാണ്. എനിക്ക് സംസാരിക്കാനാവില്ല, ഒന്നും കേൾക്കാനും ആവില്ല, പക്ഷേ ഞാൻ സത്യമേ പറയൂ. ആരാണ് അല്ലെങ്കിൽ എന്താണ് ഞാൻ? എനിക്ക് സംസാരിക്കാനാവില്ല, ഒന്നും കേൾക്കാനും ആവില്ല, പക്ഷേ ഞാൻ സത്യമേ പറയൂ. ആരാണ്? എനിക്ക് സംസാരിക്കാനാവില്ല, ഒന്നും കേൾക്കാനും ആവില്ല, പക്ഷെ ഞാൻ സത്യമേ പറയൂ. ആരാണ് അല്ലെങ്കിൽ സമയം. വാച്ച് ഓർ ക്ലോക്ക്? അല്ല. സംസാരിക്കാനാവില്ല, കേൾക്കാനാവില്ല, പക്ഷെ സത്യമേ പറയൂ. സമയം. അത് അലാറം ഉണ്ടാക്കാം, സമയം പറയാം. സമയം കറക്റ്റ് ചെയ്ത് വെക്കുന്നത് വേണേൽ തെറ്റാം. വിജയമേനോൻ പറഞ്ഞ ഉത്തരം തെറ്റാം. അപ്പൊ സംഗീത മോഹന് ആ അവസരം കിട്ടും. ആലോചിക്കണം. അതും തെറ്റിയാ തിരിച്ചങ്ങോട്ട് പോകില്ലേ? ഇല്ല. ഇത് റിവേഴ്സ് ആവില്ല. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. സത്യമേ പറയൂ. ഒന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഒന്നും കേൾക്കാനാവില്ല, പക്ഷെ ഞാൻ സത്യമേ പറയൂ. ഇപ്പോഴാണ് ഹി ഗോട്ട് ഇറ്റ്. പ്രായം. എന്റെ അമ്മോ. അല്ല അല്ലേ? കണ്ണാടി. കണ്ണാടിയായിരുന്നു. കണ്ണാടി കാൺമോളവും തന്നുടെ മുഖം ഏറ്റവും നന്നെന്ന് നിരൂപിക്കും എത്രയും നിരൂപൻ. സംഗീത മോഹൻ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അപ്പൊ എന്തായാലും കൊണ്ട് കളഞ്ഞു അല്ലേ? പോട്ടെ, സാരമില്ല. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. ദൃശ്യം റൗണ്ട്. നമുക്ക് മോണിറ്റർ ശ്രദ്ധിക്കൂ. നിങ്ങൾ വളരെ എളുപ്പം പറയാൻ പറ്റുന്ന റൗണ്ടായത്. ചോദ്യം ഇതാണ്. ഏത് ചിത്രത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്? സ്ലംഡോഗ് മില്യനെയർ. സ്ലംഡോഗ് മില്യനെയർ. സംഗീത പറഞ്ഞ ഉത്തരം. സംഗീത പറഞ്ഞ ഉത്തരം. പ്ലീസ്. ഞാനന്ന് ഒരു എപ്പിസോഡില്
ഒരു 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 ആർട്ടിസ്റ്റാണ്. എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എൻ്റെ മുഖത്തു നിന്ന് എല്ലാം വായിച്ചെടുത്ത് കളഞ്ഞു. ഉത്തരം ശരിയാണെന്ന് പറയും, തെറ്റാണെന്ന് പറയും. ഞാൻ ഞെട്ടിപ്പോയി. ഒരാളെ അങ്ങനെ ഇതുവരെ വിജയിച്ചുള്ളൂ ആ പരീക്ഷയിൽ. ഇപ്പോൾ സംഗീതയ്ക്ക് ഞാൻ ആ പരീക്ഷണം തരിക. എൻ്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ ഉത്തരം ശരിയാണോ തെറ്റാണോ. വിജയമേനെ നോക്കരുത്. ആരെ നോക്കുന്നില്ല, നേരെ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കൂ. നോക്കിയോ? എന്നിട്ട് ശരിയാണ് എങ്കിൽ പിന്നെ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. സ്ലാം ഡോഗ് മില്യനെയർ ആണ് ഡാനി ബോയൽ സംവിധാനം ചെയ്ത് 3 ഇന്ത്യക്കാർക്ക് 3 ഓസ്കാർ നേടിക്കൊടുത്ത സ്ലാം ഡോഗ് മില്യനെയർ ആണ് സിനിമ. അപ്പം 30 സെക്കൻഡ് കിട്ടും. ഈ 30 സെക്കൻഡ് കൊണ്ട് പറഞ്ഞില്ലേ ഒരു ഉത്തരേ പറയൂന്ന് അല്ലേ? 30 സെക്കൻഡ് കൊണ്ട് അരുൺ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? മുംബൈയിലേക്ക് തിരിച്ചു പോണോ? തീർച്ചയായും. ഇവിടെ അങ്ങനെ നിന്നാ പോരെ? ലുക്ക് അറ്റ് ദ മോണിറ്റർ. 30 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് ലോക്ക് ആൻഡ് കീ. ഇവിടെ ലുലു കണക്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ പൂട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ വാഷിംഗ് മെഷീൻ സ്വന്തമാക്കണമെങ്കിൽ ഇവിടെ ചെറിയ ഒരു ടാസ്ക് ചെയ്യണം. അതാണ് ഇവിടെ കണ്ടല്ലോ, ഈ ചെയിനോട് അറ്റാച്ച് ചെയ്ത് ഒരു കീ വെച്ചിട്ടുണ്ട്. ഈ ചെയിൻ കറക്കി 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 ഇതിലൂടെ പുറത്തെടുത്ത് ആ കീ എടുത്ത് ആ ലോക്ക് തുറന്നാൽ മാത്രമേ വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. ഈ വാഷിംഗ് മെഷീൻ എടുത്ത് 30 സെക്കൻഡ്സിനുള്ളിൽ വെളിയിൽ കടക്കണം. ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിക്കാൻ വേണം. ആരോടെങ്കിലും പാപം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ല, അറിഞ്ഞുകൊണ്ട്. അവരോടൊക്കെ പശ്ചാത്തപിച്ചുകൊണ്ട് ഓടുക. 1 2 3. കൊടുക്കൂ. ഇന്ന് പ്രോത്സാഹിപ്പിച്ചു. ഓക്കേ, വേഗം അൺലോക്ക് ചെയ്തോ. ബാഗ് അൺലോക്ക് ചെയ്യാൻ അടഞ്ഞു തുടങ്ങി. ഡോർ ക്ലോസ് ആയി തുടങ്ങി. വേഗം പുറത്തു പോയി മാത്രം. വിജയെ പോലൊരു സിനിമ നടന്ന ഏറ്റവും പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഷോട്ടായിരുന്നു അല്ലേ? 1 സെക്കൻഡ് വൈകിയതുകൊണ്ട് പറ്റിപ്പോയതാ. ആ വിജയ് മേനോൻ, ഒരു സന്തോഷ വാർത്തയുണ്ട്. താങ്കൾ പ്രിലിമിനറി പരീക്ഷ എഴുതിയിട്ട് മെയിൻ പരീക്ഷ എഴുതാതെ പോയി. ഞാൻ ആ മെയിൻ പരീക്ഷ എഴുതി തോറ്റവനാണ്. അപ്പൊ തോറ്റവനും പിന്മാറിയവനും തമ്മിലൊരു ബന്ധമുണ്ട്. ഇത് തന്നെയാണ് ഞാനും വിൻസെന്റ് പോളും തമ്മിലുള്ള ബന്ധവും. അദ്ദേഹം ഞാൻ ഒരേ ബെഞ്ചിൽ പരീക്ഷ എഴുതി, അദ്ദേഹം ജയിച്ചു, ഞാൻ തോറ്റു. നല്ല കാര്യമായി പോയത്. ഓക്കെ, ഇനിയിപ്പോ ഒരു നിശ്ചല ദൃശ്യം വരാൻ പോകുന്നു. ഒരു സ്റ്റിൽ. ലുക്ക് അറ്റ് ദ മോണിറ്റർ. സംഗീത സൂക്ഷിച്ചു നോക്കുക മുഖത്തേക്ക്. ആരാണ് ഇയാൾ? പിൽക്കാലത്ത് വളരെ പ്രശസ്തിയായി തീർന്ന ഒരാളാണ്. ശോഭന. അത് ശോഭനയാണോ? എനിക്ക് അങ്ങനെയാ തോന്നിയത്. അല്ലെങ്കിൽ പാസ് ചെയ്യാം. അല്ലെങ്കിൽ പാസ് ചെയ്യാം. ഒന്നുകൂടെ നോക്കി. ശോഭന തന്നെയാണോ? ആണ്, എനിക്ക് അങ്ങനെയാ തോന്നിയത്. എനിക്കൂടെ അങ്ങനെ തോന്നണ്ടേ? എന്നാ പാസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാനിത് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓഹോ, സംഗീത പറഞ്ഞ ഉത്തരം ശരിയാണ്. ശോഭനയാണ്. പിൽക്കാലത്ത് വളരെ പ്രതിഭാധനിയായ നർത്തകിയും അഭിനേത്രിയും ഒക്കെയായി മാറിയ ശോഭനയാണ്. ശോഭനയുടെ ആദ്യ ഒരു വളരെ കുട്ടിക്കാല ചിത്രമാണത്. എങ്ങനെ മനസ്സിലായത് ശോഭനയാണെന്ന്? ഉണ്ട്. ഇതൊരു എത്രാമത്തെ വയസ്സിലെ ചിത്രമായിരിക്കും? ഒരു 8-ാമത്തെയോ. തെറ്റി, 9 വയസ്സ്. 10-12 വയസ്സായപ്പോ എടുത്ത ചിത്രമാണ്. ഓക്കെ, അപ്പൊ അരുൺ വരൂ. എന്തുവാ പറഞ്ഞത്? അയാൾ വെറുതെ നിൽക്കുമായിരിക്കും. കണ്ട, ഇത് തൊഴിലൊക്കത്തിനായിട്ട് ഇതാ നിൽക്കുന്ന ദിനേശ് പണിക്കർ. റെഡി, ലുക്ക് അറ്റ് ദ മോണിറ്റർ. ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന എയർ കണ്ടീഷണർ ആണ് 30 സെക്കൻഡ്സ് ടൈമുള്ള ഈ ടാസ്കിന് കിട്ടാൻ പോകുന്ന സമ്മാനം. ഈ ടാസ്ക് ആണ് ചേഞ്ച് ദ ഡിറക്ഷൻ. ഇവിടെ കുറച്ച് സ്റ്റിക്സ് വെച്ച് ഒരു ഫിഷിന്റെ മോഡലിൽ അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നത് പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നേരെ തിരിച്ച് ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലാക്കണം. 3 സ്റ്റിക്സ് മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് വേണം ഈ ടാസ്ക് ചെയ്യാൻ. വെറും 3 സ്റ്റിക്സ് മാത്രമേ മാറ്റി പറ്റത്തുള്ളൂ. ഈ ഫിഷിനെ ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ആക്കുകയും വേണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് എയർ കണ്ടീഷണർ എടുത്ത് 30 സെക്കൻഡ്സിനുള്ളിൽ വെളിയിൽ കടന്നാൽ മാത്രമേ ടാസ്ക് കംപ്ലീറ്റ് ആകുകയുള്ളൂ. ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിക്കും. 1 2 3. സംഗീതത്തെ പ്രോത്സാഹിപ്പിച്ചു.
30 സെക്കൻഡ്സ് ഉണ്ട്. 3 സ്റ്റിക്സ് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. വെറും 3 സ്റ്റിക്സ്. എടാ ഇപ്പഴത്തെ തലേന്റെ ഭാഗം പൊളിച്ച് അപ്പുറത്ത് വെക്ക്. അതെടുത്ത് അപ്പുറം വെക്ക്. അത് രണ്ടും എടുക്കാൻ പറഞ്ഞു. ആ അതെടുത്ത് അവിടെ വെക്ക്. ഡോർ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെച്ചോ. അത് ക്ലോസ് ചെയ്തേ ഉള്ളൂ. ചേർത്ത് വെക്ക്. 1 2 ഇനി ഓരോന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡോർ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡോർ ക്ലോസ് ആയി. ഗെയിംസ് അപ്പ്. വിജയ്ക്ക് അതിനകത്ത് ഒരു ഐഡിയ ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ? Yeah, it's easy. എങ്ങനെ ചെയ്യാൻ പറ്റുമോ? It's only 3 sticks. ആ അത് തിരിച്ചു വെച്ചാൽ ഞാൻ പറയാം. മോളെ ഒന്ന് പഴയതുപോലെ ഒന്ന് വെച്ചേ. വിജയമേനും പോയി ഒന്ന് ചെയ്തിട്ട് വിട്ടത്. ഓക്കെ പ്ലീസ്. ഈ തലയുടെ ഭാഗം പൊളിച്ച് അപ്പുറം വെക്കണം. അത് പൊളിക്കാൻ പറഞ്ഞു. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇതിങ്ങനെ ഇരിക്കണം. ആ അപ്പൊ 4 എണ്ണം മതി. റൈറ്റ്. 3 എണ്ണം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. എന്തായാലും ഇത് നമുക്ക് കാലിയടിച്ചു. വീണ്ടും അത് ഇനിയിപ്പോ നമുക്ക് വിജയമേനെ പോലെ ഒരാളെ കൊണ്ട് ഓടിക്കാം. അരുൺ സോമന് കൈത്തെറ്റ് പറ്റിയെന്നുള്ളത്. അപ്പം നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന ഒരു ഓഡിയോ ആണ്. ആ ഓഡിയോ കേട്ടിട്ട് നമ്മൾ ചോദ്യത്തിലേക്ക് വരുന്നു. ഒരു മലയാളത്തിലെ ഒരു ഗായികയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം കിട്ടിയ ഗാനമാണ്. അറിയാമല്ലോ, 2000-ലായിരുന്നു തോന്നുന്നു. ഈ വരികൾ എഴുതിയത് ആരാണ്? വിജയ്ക്ക് വല്ല പിടിയുണ്ടോ? ഇല്ല. ഒ വി ഉഷ സിനിമാ പാട്ട് എഴുതി. അങ്ങനെ സംഭവം ഉണ്ടായോ? ഉറപ്പാണോ? പാസ് ചെയ്യണോ ഉത്തരം? തെറ്റാണെങ്കിൽ പാസ് ചെയ്യും. ശരിയാ. ഒ വി വിജയന്റെ സഹോദരി സിനിമാ പാട്ട് എഴുതി എന്നാണ് സംഗീത മോഹൻ പറയുന്നത്. എനിക്കറിയില്ല സാർ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. സംഗീതയ്ക്ക് ഇത്തിരി സാഹിത്യ ദ്രോഹമുണ്ട്. കുറച്ച് എഴുതും. അതാണ് ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ഫേസിലുണ്ട്. ഒരു 10-300 സൂര്യൻ ഉദിച്ചേക്കുന്ന പോലെ. ഒ വി ഉഷ നല്ല കവിയത്രിയാണ്. അതറിയാം. ഉത്തരം ശരിയാണ്. ഒ വി ഉഷ എനിക്ക് തോന്നുന്ന മലയാളത്തിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ ഒരു സിനിമയിൽ മാത്രമേ പാട്ട് എഴുതിയിട്ടുള്ളൂ. ഇതിന് രചനയ്ക്കും ആലാപനത്തിനും ആശാ മേനോൻ എന്നുള്ള പുതിയ കുട്ടിക്ക്, തൃശ്ശൂർ എന്നുള്ള ഗായികയ്ക്ക് ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് 2000-ൽ കിട്ടിയ പാട്ടാണിത്. അപ്പോൾ എന്തായാലും വരൂ അരുൺ, 30 സെക്കൻഡിലേക്ക് വീണ്ടും കടന്നിരിക്കുന്നു. അപ്പം എടാ നിനക്ക് വേറെ എന്തോ ടാസ്ക് ഒരുങ്ങുന്നുണ്ടടാ. 30 സെക്കൻഡ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അർത്ഥന പറയും. ഓവർ ടു മോണിറ്റർ. ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു LED TV ആണ് ഈ 30 സെക്കൻഡ്സ് ഉള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്ന സമ്മാനം. ഇവിടെ ഒരു മിനിയേച്ചർ ഗോൾഫ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗോൾഫ് ക്ലബും ഉണ്ട്, ഇവിടെ ഒരു ബോളും ഉണ്ട്. ഈ ഗോൾഫ് ക്ലബ് വെച്ച് ഈ യെല്ലോ മാർക്കിൽ ഈ ബോൾ വെച്ചിട്ട് തട്ടി ഇവിടെ വീഴ്ത്തണം, ഈ ഹോളിൽ വീഴ്ത്തണം. ഇവിടെ ഒരു വൈറ്റ് കർവ് വെച്ചാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇത് ചെയ്തിട്ടുണ്ട്. 5 ട്രൈസ് കിട്ടും. ഇതിൽ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും കറക്റ്റായിട്ട് ആ ഹോളിനകത്ത് വീണാൽ മാത്രമേ ഗിഫ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഗിഫ്റ്റ് എടുത്ത് വെളിയിൽ കടന്നാൽ മാത്രമേ ടാസ്ക് കംപ്ലീറ്റ് ആകുകയുള്ളൂ. ആദ്യം കയ്യിലുള്ള ബാറ്റിനെ ഏൽപ്പിക്കാൻ മറക്കരുത്. 1 2 3 സംഗീത സേവ് യുവർ ടൈം. ബാറ്റൺ കൊടുക്ക്. ബാറ്റിൽ കൂൾ മതി. ടൈം ഉണ്ട്, 30 സെക്കൻഡ്സ് ഉണ്ട്. ശ്രദ്ധിച്ച് മതി. ജസ്റ്റിൻ സാർ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കി.
അരുൺ സൂപ്പർ. അത് കിടിലമായി Thank you so കിടിലമായി. much. എനിക്കും നിങ്ങൾക്കും ഇഷ്ടമുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ ഈ വേദിയിൽ നടക്കുന്നത്. പക്ഷേ ആ മത്സരത്തിനിടയിൽ ചെറുതായിട്ട് രസക്കയറൊന്ന് പൊട്ടിക്കുന്നു. ഒരു ഇടവേളയിലേക്ക്. ഇടവേളയ്ക്ക് പോകും മുമ്പ് നമ്മുടെ സ്ഥിരം സ്മാർട്ട് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ഓണക്കാലത്ത് വിരുന്നെത്തുന്ന ഒരു തുമ്പിയുണ്ട്, ഓണത്തുമ്പി. ഓണം കഴിയുമ്പോൾ ഈ തുമ്പി എങ്ങോട്ട് പോകും? ഇടവേള കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് മറുപടി പറയാം. ഇടവേളയിലേക്ക്. വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. ഇടവേളയ്ക്ക് പോകും മുമ്പ് ഒരു സ്മാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഓണത്തുമ്പികൾ ഓണം കഴിഞ്ഞ് എങ്ങോട്ട് പോകും എന്ന്. സത്യം പറഞ്ഞാൽ ഇവർ ദേശാടനത്തിന് പോവുകയാണ്. 18,000 കിലോമീറ്ററാണ് ഇവർ സഞ്ചരിക്കുന്നത്. ആഫ്രിക്ക വരെ എത്തുന്നു എന്നാണ് കണക്ക്. യാത്രക്കിടയിൽ ഈ ഓണത്തുമ്പികൾ ഇടയ്ക്ക് ഇറങ്ങുന്നത് മാലിദ്വീപിൽ മാത്രമാണ്. ചെറിയൊരു ചിറക് വെച്ച് ഈ 18,000 കിലോമീറ്റർ ഇവരെങ്ങനെ താണ്ടും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അവർ സ്വന്തമായി താണ്ടുന്നില്ല. അവർ കാറ്റിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത ഓണമാകുമ്പം അവർ തിരിച്ചു വരും. ഓണത്തുമ്പിയെ കാണുമ്പോൾ ഇത് ഓർത്തോളൂ, 18,000 കിലോമീറ്ററാണ് സഞ്ചരിച്ച് കളയുന്നത്. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. ക്രൗൺ റൗണ്ട്. ഈ റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കിരീടമാണ് സമ്മാനം. ഒന്ന് ഷോക്കായോ? ഇല്ലല്ലോ. ഒരു നിരാശ. നിരാശ വരില്ല, നിരാശ വരില്ല. ഒരുപാട് പേർക്ക് സ്വർണ്ണ കിരീടം കിട്ടിയിട്ടുണ്ട്. ജോസ്കോ ജുവലേഴ്സ് നൽകുന്ന സ്വർണ്ണ കിരീടം സ്മാർട്ട് ക്രൗൺ. ഈ സ്മാർട്ട് ക്രൗൺ അണിഞ്ഞ് നിങ്ങളിൽ 2 പേരിൽ ഒരാൾ വീട്ടിലേക്ക് പോകും ഇന്ന്. അതിനുള്ള സാധ്യത തെളിയുകയാണ്. അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലേ? അങ്ങോട്ട് വിചാരിച്ച പോലെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. യമനതൊക്കെ ഉൾക്കൊണ്ടിട്ട് നിൽക്കുക, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇങ്ങോട്ട് വിളിക്കാം, ഇവരോട് ചർച്ച ചെയ്യാൻ പറ്റും ഉത്തരം. 1, 2, 3 ഉത്തരം പറയുന്ന ആളിന് സ്വർണ്ണ കിരീടം കിട്ടും. ഈ അടുത്ത 5 ഉത്തരവും പറഞ്ഞ് 5ാമത്തെ ഉത്തരവും പറഞ്ഞ് വേണമെങ്കിൽ സ്വർണ്ണ ക്രൗൺ കിട്ടിയിട്ട് വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് ക്വിറ്റ് ചെയ്യാം. അല്ലെങ്കിലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള ക്രൗണിലൂടെ പോകും. നിങ്ങൾ ഇങ്ങോട്ട് പോരും. ഇത് പാസ്സാവും. മാത്രമല്ല ഇവിടെ ഒരു അപകടം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി. ഏറ്റവും ഭീകരമായ ഒരു അപകടം ഇവിടെ ഉണ്ട് സംഗീത. അതായത് ഈ ഇതിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ട റൗണ്ടായത്. 2 പേർക്ക് ഉത്തരം പറയാതെ വന്നാൽ 2 പേരും പുറത്തേക്ക് പോവുകയും മത്സരം അവസാനിക്കുകയും ചെയ്യും. ഈ റൗണ്ട് ആദ്യം തന്നെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ബി കെയർഫുൾ. ഗെയിം ഈസ് ഓവർ. അപ്പോ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു നിമിഷമാണ്. വേറെ രീതി പറഞ്ഞാൽ സംഗീത, വിജയമേനോടോ ദിനേശ് പണിക്കരോടോ എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചോളൂ. ഈ ഫ്ലോർ വിട്ട് കഴിയുമ്പോൾ പഴയ ദേഷ്യം വീണ്ടെടുക്കാം. അപ്പോ മത്സരം കുറച്ച് കടുത്തു വരുന്നതായിട്ട് തോന്നുന്നു. പക്ഷേ ചോദ്യം ലളിതമാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ 2 വ്യക്തിഗത ഒളിമ്പിക്സ് മെഡൽ നേടിയ ഏക വ്യക്തി ആരാണ്? ഓപ്ഷൻ എ അഭിനവ് ബിന്ദ്ര, ഓപ്ഷൻ ബി വിജേന്ദർ സിംഗ്, ഓപ്ഷൻ സി സുശീൽ കുമാർ, ഓപ്ഷൻ ഡി ലിയാണ്ടർ പേസ്. ചോദ്യം ഒന്നുകൂടെ വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കണം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ 2 വ്യക്തിഗത ഒളിമ്പിക്സ് മെഡൽ നേടിയ ഏക വ്യക്തി. സുശീൽ കുമാർ. റെസ്ലിംഗ്, കുസ്തി. ഉത്തരം ശരിയായിരിക്കും? എനിക്ക് അറിയില്ല. ഉത്തരം ശരിയാണ്. നമ്മൾ 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെള്ളി, 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ വെങ്കലം. അപ്പോൾ നന്നായി ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്, 2ാമത്തെ ചോദ്യത്തിലേക്ക്. അപ്പോൾ വിജയമേനന് സ്വർണത്തിലേക്കുള്ള അകലം, സ്വർണ്ണ കിരീടത്തിലേക്കുള്ള അകലം വെറും 2 ചോദ്യങ്ങൾ. എന്നാൽ സംഗീത മോഹന് 3 ചോദ്യങ്ങൾ. ചോദ്യം ഇതാണ്. ജുറാസിക് വേൾഡ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ക്രിസ് പ്രാറ്റ്, ഓപ്ഷൻ ബി സ്റ്റീഫൻ സ്പിൽബർഗ്, ഓപ്ഷൻ സി കോളിൻ ട്രെവറോവ്, ഓപ്ഷൻ ഡി ജോയ് ജോൺസൺ.
അപ്പൊ സംഗീതയ്ക്ക് അടിച്ചു ലോട്ടറി. പറയൂ. സ്റ്റീവൻ സ്പിൽബർഗ്. സ്റ്റീഫൻ സ്പിൽബർഗ് ആണ് ജുറാസിക് വേൾഡ് സംവിധാനം ചെയ്തത് എന്ന് പറയുന്നു. Yeah, the latest one. Who's that? I don't think so. I think it's Chris Pratt or this Colin Trevorrow. ഉത്തരം ശരിയായിരിക്കുമോ സംഗീത? അവർക്ക് ഊഴമുണ്ട്, അതുകൊണ്ട് അവരോട് ഞാൻ ചോദിക്കുന്നില്ല. ഉത്തരം ശരിയായിരിക്കുമോ? ഐ തിങ്ക് യെസ്. അല്ലേടാ? ഐ തിങ്ക് മത്സരം കൂടുതൽ കടുത്തു വരുന്നു, നിങ്ങൾക്ക് താല്പര്യം കൂടുന്നു എന്നെനിക്കറിയാം. പക്ഷെ നമുക്കൊരു ഇടവേളയ്ക്ക് പോയേ പറ്റും. ഇടവേളയ്ക്ക് പോകും മുമ്പ് നമ്മുടെ സ്മാർട്ട് ക്വസ്റ്റ്യൻ. 4-ാം വയസ്സിൽ സിനിമാ കോട്ടകളിൽ കടല വിറ്റ് നടന്നൊരു പയ്യൻ പിൽക്കാലത്ത് തെന്നിന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട സംഗീത സംവിധായകനായി. എന്ന് മാത്രവുമല്ല, ഏറ്റവും പ്രതിഫലം പറ്റുന്ന സംഗീത സംവിധായകനായി. ആരാണ് അദ്ദേഹം? ഇടവേളയ്ക്ക് ശേഷം നമ്മൾക്ക് കണ്ടെത്താം ആരാണ് അദ്ദേഹമെന്ന്. ഇടവേളയിലേക്ക്. വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. ഇടവേളയ്ക്ക് പോകും മുമ്പ് ഞാൻ ഒരു സ്മാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. 4-ാം വയസ്സിൽ സിനിമാ കൊട്ടകളിൽ കടല വിറ്റ് നടന്നൊരു പയ്യൻ പിൽക്കാലത്ത് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ അറിയപ്പെട്ട സംഗീത സംവിധായകനായി. ആരാണ് അദ്ദേഹം? നമുക്കെല്ലാം പ്രിയങ്കരനായ, മലയാളികൾക്ക് അഭിമാനമായ MS വിശ്വനാഥനാണ്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഒരു മറുപടി? എന്തായിരുന്നാലും ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റീവൻസ്. ആണല്ലോ, ആണ്. ചേച്ചി പറഞ്ഞത് Jurassic ശരിയാണ്. World, സംഗീതയ്ക്ക് എന്റെ മുഖത്ത് നിന്ന് Jurassic ഉത്തരം Park. വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ഈ മരമോന്ത വെച്ച് എന്ത് വായിക്കുന്നുള്ളതായിരിക്കും. ഒരിക്കലുമല്ല. Never, sir. Never. No way. അല്ല, ഒന്ന് ആലോചിച്ചതാ, ഈ മോന്തക്കകത്ത് എന്തോ വായിച്ചെടുക്കാൻ. ശരിയാണ്. അപ്പോ സംഗീത സന്തോഷമായിട്ടിരുന്നോളൂ. വിജയ് സംഗീതയ്ക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഈ റൗണ്ടിൽ ഒരു തെറ്റ് പറഞ്ഞു. ഉത്തരം തെറ്റാണ്. Oh my God. തെറ്റല്ലേ? സ്പിൽബർഗ് അല്ല, ഉത്തരം സ്പിൽബർഗ് അല്ല. അപ്പൊ വിജയ് സൂക്ഷിക്കേണ്ടത്, ഈ ചോദ്യത്തിന് തെറ്റ് പറഞ്ഞാൽ മത്സരം ഇവിടെ അവസാനിക്കും. അപ്പൊ താങ്കൾക്ക് വളരെ കെയർഫുൾ ആകേണ്ട കാര്യമുണ്ട്. സംഗീത പ്രാർത്ഥിക്കൂ വിജയമേനു വേണ്ടി. Definitely. കൂടെ ദിനേശ് പണിക്കർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. മത്സരം അവസാനിക്കരുത്. Chris Pratt. ആദ്യം പറഞ്ഞതല്ലേ? ക്രിസ് പ്രാറ്റ് ആണോ? എന്റെ പ്രാർത്ഥന സഫലമായോ? ശത്രുക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഉത്തരം തെറ്റാണ്. Oh my God. ക്രിസ് പ്രാറ്റ് അതിലെ നടനായിരുന്നു. Colin Trevorrow. കോളിൻ ട്രെവറോ ആയിരുന്നു ശരി ഉത്തരം. I told you one of those. Let's go. ബാക്കിയിരിക്കുന്ന സമ്മാനങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെടാ. ആദ്യത്തെ 2 ഭാഗങ്ങൾ സ്പിൽബർഗ് ചെയ്തു, 3-ാമത്തെ ജോയ് ജോൺസൺ ചെയ്തു, 4-ാമത്തെ കോളിൻ ട്രെവറോ ചെയ്തു. Actor, that's why. അപ്പൊ എന്തായാലും ട്രെവറോ ആയിരുന്നു ശരി ഉത്തരം. ഞാൻ വിചാരിച്ചു അത് താങ്കൾ കടക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആ ക്രിസ് പ്രാറ്റ് ആക്ടർ ആണെന്ന് ഞാൻ I thought he was the director. മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ മത്സരം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. സംഗീത, ഞാൻ ഈ മത്സരം ഇവിടെ അവസാനിക്കുമെന്ന് വിചാരിച്ചില്ല. കാരണം നിങ്ങളിൽ ഒരാൾ ഈ ചിലപ്പോൾ കാറിലേക്ക് അടക്കാൻ പറ്റിയില്ലെങ്കിലും കാറും കൊണ്ട് പോയിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ്, മറന്നു പോരുതേ. പക്ഷേ മാത്രമല്ല, ഈ മത്സരം വളരെ സജീവമായി മുന്നോട്ട് പോകുമായിരുന്നു. സാധാരണ ഉള്ളതിനേക്കാളും സജീവത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിജയമേനു പലതും സംശയമില്ലാതെ പറയാൻ പറ്റി പല കാര്യങ്ങളും. അത് ചിലപ്പോൾ എനിക്കൊന്ന് ഞാൻ ഇടയ്ക്ക് ഇവിടെ നിന്ന് താങ്കളോട് സംസാരിക്കുന്നതിനിടയിൽ ഒരു കാര്യം കൂടി ഓർത്തുപോയി. എന്താണെന്നറിയാമോ? അതായത് ന്യൂജൻ ഡയറക്ടേഴ്സിൻ്റെ എണ്ണം കൂടുതലാണല്ലോ ഇപ്പോൾ. അവരുടെ ഒരു 10 സിനിമയിൽ കുടികളെ നായകനാക്കും എന്നുള്ളത്. കാരണം ഇദ്ദേഹം തന്നെ പറ്റിയ ആള് എന്ന് വിചാരിച്ച് അതിനുള്ള സാധ്യത കൂടും അല്ലേ? കൊമേഴ്സ്യൽ സിനിമയിൽ നിന്ന് കുറച്ചുകൂടി. സംഗീതയുടെ മനസ്സിലിപ്പോൾ എന്താണ്? ഒരു കടലിളകുന്നുണ്ടല്ലോ. കഷ്ടായി പോയത്. പക്ഷെ ഈ ക്വസ്റ്റ്യന് പകരം വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ മത്സരം നീണ്ടുപോയേനെ. എന്തായാലും വരൂ, മത്സരം ഇവിടെ അവസാനിച്ച സ്ഥിതിക്ക് നമുക്ക്
പക്ഷെ എന്തായാലും രസമായിരുന്നു മത്സരം കേട്ടോ. ഒരു സംഗീതയ്ക്ക് സന്തോഷമായിട്ട് ഇറങ്ങി നടക്കാൻ ഇനി അതെ അതെ ഒരു ബുദ്ധിജീവിയുടെ ലുക്കുണ്ട് ഇപ്പം. അരുൺ, താങ്കൾ ആ മെയിൽ നേഴ്സ് പണി കളയണ്ട. ഞാൻ ഈ ആവേശത്തിൽ പറയും ആ പണി കളഞ്ഞോളാനൊക്കെ പറയും. ബോംബെയിൽ നേഴ്സ് ഉദ്യോഗത്തിന് നല്ല ശമ്പളമാണെന്നാ പറയുന്നത്. അല്ലേ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, റെഡി. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടാ പരിചയപ്പെടുന്ന ആദ്യം അതിലും വളരെ സന്തോഷം. ഇങ്ങനെ വേദി വെച്ചാൽ പരിചയപ്പെട്ടത് നല്ല സന്തോഷം. എന്നാലും എനിക്ക് താങ്കളെ വളരെ അടുത്തറിയാം, അപ്പാർട്ട് ഫ്രം ഓൾ ദീസ് തിങ്സ്. യാ, ഓക്കെ ദിനേശി, അപ്പൊ വളരെ സന്തോഷം. ആത്മയുടെ സെക്രട്ടറിയോട് എന്തോ അമർഷം ഉണ്ടെന്നുള്ള ഒരു നോട്ടം നോക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഗീത? അതല്ലേ, വളരെ ആക്റ്റീവ്. സംഗീതയോട് കളിച്ച ഊരം അറിയും. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഓക്കെ, താങ്ക് യു. ഒരു സർദാർജി ഭിത്തിയിൽ ആണി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ആണി കയറുന്നില്ല. ആണി ശരിക്കും അയാൾ തലതിരിച്ചടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വേറെ സർദാർജി വന്നു. അപ്പോൾ ആ സർദാർജിയോട് ഇയാൾ പറഞ്ഞു, ഈ ആണി കമ്പനിക്കാർക്ക് യാതൊരു വിവരവുമില്ല, തലതിരിച്ച ആണി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം മറ്റേ സർദാർജി പറഞ്ഞു, അതല്ല പ്രശ്നം, നീ ഭിത്തിക്ക് അപ്പുറം പോയി ഇത് അടിക്കണം എന്ന് പറഞ്ഞു. കാര്യം മനസ്സിലായില്ലേ? അതായത് ഒരേ കാര്യം തന്നെ രണ്ടുപേർ കാണുന്നത് രണ്ട് രീതിയിലായിരിക്കും. സ്മാർട്ട് ഷോയെ കാണുന്നതും ആ രീതിയിലായിരിക്കും. അതുകൊണ്ട് സ്മാർട്ട് ഷോ കാണുക. ഇത് ജോസ്കോ ജൂലേഴ്സ് സ്മാർട്ട് ഷോ പവേർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. ഇനി മറ്റൊരു എപ്പിസോഡിൽ സന്ധിക്കും വരെ വണക്കം. ഗുഡ് ബൈ.